സെക്ഷൻ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ പറ്റി, സെക്ഷൻ 8 വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കല്, സെക്ഷൻ 9 പകർപ്പവകാശ ലംഘനമായേക്കാവുന്ന വിവരം നിരസിക്കാവുന്നതാണ്. എൻ്റെ അമ്മേ, സെക്ഷൻ 6, സെക്ഷൻ 7, സെക്ഷൻ 8 ഈ കാണാവുന്ന സെക്ഷൻ മുഴുവൻ പഠിച്ചു ഞാൻ വല്ല വക്കീലായാലും ഒരു PSC എഴുതി ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം. ഓ എൻ്റെ അമ്മോ, എൻ്റെ പൊന്ന് ദൈവമേ, ആ പാറ്റേൺ മാറുന്നതിന് മുമ്പ് ഒരു ജോലി എനിക്ക് തരാൻ തോന്നിയില്ലല്ലോ. മടുത്തു, പഠിച്ചു മടുത്തു, എന്തോരം പഠിക്കാൻ. ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പോരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഹായ്, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി. ഇനി ഗൈഡ് അല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. എനിക്കൊരു ജോലി വേണം, അതിന് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കണം. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പഠിക്കാനായിട്ട് വരുമ്പോ അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മൂഡില്ലാണ്ടാവും, അല്ലെങ്കിൽ എന്തുമാത്രം പഠിക്കാനുള്ളതെന്ന് ഓർത്ത് നെഗറ്റീവ് അടിക്കും. അതും അല്ലെങ്കിൽ ഉറക്കം വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ? ഇത് ഒരിക്കലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനമല്ല. എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എന്താ അത്? ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത്. അതെ, നമ്മൾ പഠിക്കുന്ന കാര്യം കഷ്ടപ്പെട്ടല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓ ദൈവമേ, എന്തുമാത്രം പഠിക്കാനുള്ളേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടി പഠിത്തം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലെടുത്ത് നിങ്ങളോട് തന്നെ പറയാണ്, ദേ ഇന്ന് മുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്ക്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 2 സിറ്റുവേഷൻ പറയാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ജംഗ്ഷനിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ബസ്സില്ല. നിങ്ങൾക്ക് അവിടെ എന്തായാലും പോയേ പറ്റൂ, ഓട്ടോ ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല. അപ്പൊ എന്താ വഴി? നടന്നു പോവാന്നുള്ളത്. എന്തായാലും അവിടെ നടന്നു പോകണം എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആ ബസ്സിനെയും ശപിച്ച്, ആ റോഡിനെയും ശപിച്ച്, പിന്നെ കൊട കൊണ്ടിട്ടില്ലെങ്കിൽ സൂര്യനെയും ശപിച്ച് നമ്മൾ അങ്ങ് കഷ്ടപ്പെട്ട് നടന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തും. ഒന്നാമത്തെ സന്ദർഭം. ഇനി രണ്ടാമത്തെ ഒരു സന്ദർഭം. നാളെ നിങ്ങൾ ചെമ്പ്ര പീക്കില് ട്രക്കിങ്ങിന് പോവാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ എന്തായിരിക്കും? രാവിലെ തന്നെ നിങ്ങൾ വലിയ ആവേശത്തില് എഴുന്നേറ്റ് കുളിച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് നിങ്ങൾ വളരെ ആഘോഷമായിട്ട് ചെമ്പ്ര പീക്കിലേക്ക് പോകും. അവിടെ എന്താ വ്യത്യാസം? ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉയരമുണ്ട്. മാത്രമല്ല കുത്തനെയുള്ള കയറ്റം. അപ്പോ ഇങ്ങനെ ഒരു ഭാരമേറിയ അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ടാസ്ക് വളരെ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളത് ചെയ്യും, അല്ലെ? നമ്മൾ ആരെയും പരാതി പറയില്ല. ആ മലയുടെ കുത്തനെ കയറ്റത്തിനെ, മലേനെ നമ്മൾ യാതൊരു പരാതിയും പറയില്ല, സൂര്യനെ നമ്മൾ കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ആ മല അങ്ങ് കയറും. ഇവിടെ എന്താ വ്യത്യാസം? ഈ 2 സന്ദർഭത്തില് എന്താ വ്യത്യാസം? ഒന്നാമത്തെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമായിരുന്നു. കാര്യം നിരപ്പായ റോഡാണ്, ഏകദേശം 1 കിലോമീറ്റർ നടന്നാൽ മതി. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടഫായ ടാസ്ക് ആയിരുന്നു. കുത്തനെയുള്ള കയറ്റം, ഇനി നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കനം, ഇതൊക്കെ ചുമന്ന് നമ്മൾ മുകളിലേക്ക് കയറാണ്. പക്ഷെ ഒന്നാമത്തെ ടാസ്ക് നമ്മൾ ചെയ്തത് കഷ്ടപ്പെട്ടാണ്, രണ്ടാമത്തെ ടാസ്കോ ഇഷ്ടപ്പെട്ടാണ്, അല്ലെ? അപ്പോ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പഠനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ പഠിക്കുന്ന ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഏതൊരു കാര്യവും നമ്മളിലേക്ക് വരുമ്പോൾ അതിന് നമുക്ക് 2 തരത്തിൽ നോക്കിക്കാണാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. നമ്മുടെ മനസ്സിന് എപ്പോഴും താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് സൈഡിലേക്ക് പോകാനാണ്, നെഗറ്റീവ് നോക്കിക്കാണാനാണ് മനസ്സിന് കൂടുതൽ താല്പര്യം. അപ്പൊ പോസിറ്റീവ് സൈഡ് നോക്കി കാണണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ബോധപൂർവം ശ്രമിക്കണം. ആദ്യമൊക്കെ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്കത് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് പറ്റുക? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും
ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടല്ലേ? അന്നത്തെ നിങ്ങളുടെ അറിവും ഇന്നത്തെ നിങ്ങളുടെ അറിവും തമ്മിൽ മിക്കവാറും രാവും പകലും പോലെയുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഇന്നിപ്പോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതൊരു ചെറിയ കാര്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലുമല്ല. ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തവരാണ് കൂടുതൽ. അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ട്. അപ്പൊ കൂടുതൽ അറിവ് കിട്ടുമ്പോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോ ശരിക്കും നിങ്ങൾ സന്തോഷിക്കുക. കാരണം എന്താണ്, കൂടുതൽ അറിവുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറാണ്. നിങ്ങൾക്കറിയാലോ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിൽ കൊണ്ടുവന്ന് കുറെ പൈസ ഇടുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ അറിവില് നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ? വിദ്യാധനം സർവധനാൽ പ്രധാനം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് അത് എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അതൊന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചിട്ട് പഠിക്കാം. ഇപ്പോ ഈ സുപ്രധാന നിയമം പോലെയുള്ള ടോപ്പിക് ഒക്കെ പലർക്കും വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്താ അത് ഡ്രൈ ആയിട്ട് മാറണേ? അതായത് അങ്ങനെ ഡ്രൈ ആയിട്ട് മാറുന്നവര് ശരിക്കും ചിന്തിക്കുന്നത് ആ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ ആക്ട് പഠിക്കുന്നു, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് അത് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ സുപ്രധാന നിയമം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കണ നിയമാ? അത് നമുക്ക് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയേക്കണ നിയമമാണ്. അത് നമുക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് ആ ഓരോ നിയമത്തിലും പറയുന്നത്. അപ്പൊ അത് പഠിക്കുമ്പോ ആ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ, ഉറപ്പായിട്ടും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങള് ഒരു കടയിൽ ചെന്നു ഒരു സാധനം വാങ്ങി. ആ സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇത് പഠിച്ച ഒരാളാണ് എങ്കിൽ അയാൾക്കറിയാം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇനി ഇതൊന്നും പഠിക്കാത്ത ഒരാളാണെങ്കിലോ, അയാൾ വിചാരിക്കും, ഓ ആ കടക്കാരൻ എന്നെ പറ്റിച്ചു, എന്റെ പൈസ പോയി, അതോടെ അവിടെ കഴിഞ്ഞു. അപ്പോ ഈ ഒരു ആക്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. അവിടെയും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഉറപ്പായിട്ടും കിട്ടില്ല. ആക്ട് ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ കിട്ടും, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ലായിരിക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റില്, അതായത് ഈ ആക്ട് ഇത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്ന ഒരു ആക്ടാണ്, അങ്ങനെ അത് ആ ഒരു താല്പര്യത്തിൽ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും ഇത് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് എനിക്ക് അപേക്ഷ കൊടുക്കാം, ഇത് ഓൺലൈനായിട്ട് തീർപ്പാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല. പുതിയ ആക്ട് 2019 ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലും സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇപ്പൊ നമുക്ക് പരാതി കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോ മാത്രമാണ്? ഈ ആക്ട് നമ്മൾ പഠിക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു മൈൻഡ് സെറ്റിൽ പഠിക്കാം. അത് മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിലും ഭാവിയിൽ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാവുമല്ലോ, ആ ഒരു നിലയിൽ ചിന്തിക്കുമ്പോഴും ഇത്തരം ആക്ടുകൾ പഠിച്ചു വെക്കാന്നുള്ളത് ഇനിയുള്ള കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ എന്താ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള നിയമ സംഹിതയാണ്. നമ്മുടെ അവകാശങ്ങളെ പറ്റിയും നമ്മുടെ കടമകളെ പറ്റിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ പറ്റി ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയേക്കണ ആകെ ഒരു അവസരം എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, പിന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പോവോ? കൂടുതൽ പേരും ഇല്ല എന്നുള്ള ഒരു ആൻസർ ആണ്. അപ്പോ ഇപ്പൊ കിട്ടിയ അവസരം നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ അറിവ് കൂടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കാം. ആ അറിവ് കൂടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെ നമ്മൾ ബോധപൂർവം നമ്മുടെ ഓരോ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് പറ്റും. പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചെറിയ ചെറിയ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അത് വീക്ക്ലി ടാർഗറ്റോ മന്ത്ലി ടാർഗറ്റോ എന്തോ ആയിക്കോട്ടെ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരാഴ്ച കൊണ്ട് ഞാൻ ഇന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഞാൻ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും റിവാർഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാം. എന്തെങ്കിലും അല്ല, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ഞാൻ എനിക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണം.
അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒരു മന്ത്ലി ഗോൾ ഒക്കെ ഉണ്ടാക്കി ഞാൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു സിനിമയ്ക്ക് പോകും ഇങ്ങനെ തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ പോകും, അങ്ങനെ തീരുമാനിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം, ഒരു സമയപരിധി കാണാം, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് തരാനായിട്ട് ഒരു റിവാർഡും സെറ്റ് ചെയ്യാം. ഇവിടെ ഈ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഉണരും. അതിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് അത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ വളരെയധികം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, ഇതുകൊണ്ട് എന്തുണ്ടാവാനാ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ ഇങ്ങനെ ഓരോ റിവാർഡിങ് സിസ്റ്റത്തിലൂടെ ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാനായിട്ട് പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസം ഒന്നും പഠിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ കുറച്ച് കൂടുതൽ കാലത്തേക്ക് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ഉയർച്ചകളും താഴ്ചകളും നമ്മുടെ പഠനത്തിൽ ഉണ്ടാവാം. അപ്പൊ അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഇത്തരം ഓരോ ടെക്നിക്കുകളൊക്കെ പ്രയോഗിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ നല്ലത്. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാളല്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പഠനത്തിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇനി മറക്കണ്ട, എങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടേ? കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇന്ത്യൻസ് അക്കാഡമി എന്നുള്ള ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്